നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഹായ്, ഒത്തിരിയേറെ രസനുറുങ്ങുകളുമായി എത്തിയിരിക്കുന്ന ജീസസ് കിഡ്സിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. അനുഭവങ്ങളുടെ പുതുകൂട്ടുകളുമായി നമ്മെ കാത്തിരിക്കുന്ന കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാം. കാട്ടിലെ കൂട്ടുകാർ. ഗംഭീർ എത്തിയോ? ഞങ്ങളെ കാണാതെ കുറെ നേരം വഴി കാത്തു നിന്നോ? എന്തു പറ്റി ഗംഭീർ? ഞങ്ങൾ വരാൻ വൈകിയതിൽ പിണങ്ങിട്ടാണോ? സാധാരണ ഗംഭീറാണല്ലോ എന്നും വൈകാതെ, അതുകൊണ്ട് അല്പം ലേറ്റ് ആയി പോയി. പിണങ്ങല്ലേ? ഞാൻ ഇന്ന് വരണ്ടെന്ന് കരുതിയതാ. എന്തു പറ്റി? മോട്ട് നേരം വൈകിട്ടൊന്നല്ല ഞാൻ പിണങ്ങിയത്. പപ്പന്റെ കൊറേ തല്ലി. തല്ലിയോ? എന്തിനാ? ഗംഭീർ എന്ത് കുരുത്തക്കേടാ കാണിച്ചത്? അയ്യോ, ഒത്തിരി തല്ലിയോ? എന്തിനാ ഗംഭീർ തല്ലിയത്? നീ പറ. പപ്പ അലമാരിയിൽ വെച്ചിരുന്ന പൈസ കണ്ടില്ല, അത് ഞാനാണ് എടുത്തതെന്ന് പറഞ്ഞാ തല്ലിയത്. ചോദിക്കാതെയാണോ ഗംഭീർ പൈസ എടുത്തത്? ഞാൻ എടുത്തിട്ടില്ല. നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്ക്. ഞാനൊന്നും എടുത്തിട്ടില്ല. മമ്മിയും എന്നെ കുറ്റപ്പെടുത്തുകയാ. സാരമില്ല, ഞങ്ങളില്ലേ നിന്റെ കൂടെ. അല്ല, തല്ല് കിട്ടിയപ്പോ ഒത്തിരി വേദനിച്ചോ ഗംഭീർ? വേദന എന്നല്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ എത്ര വട്ടം പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ലെന്ന്. മമ്മി പോലും ഞാൻ പറയണത് വിശ്വസിക്കുന്നില്ല. എനിക്കാരുമില്ല, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയ. ഭൂമി എനിക്ക് ചുറ്റും കറങ്ങണ പോലെയാ. പഠിക്കാനോ സ്കൂളിൽ വരാനോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ദൈവമേ, എനിക്ക് എന്തിനിങ്ങനെ ഒരു ജീവിതം? സാരമില്ല ഗംഭീർ, വിഷമിക്കാതെ. നീ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? പോട്ടേന്നേ. എന്നാലും എത്ര അടിയാ പപ്പ അടിച്ചത്. പപ്പയെ ഞാൻ എന്നെക്കാളും കൂടുതൽ സ്നേഹിച്ചതാ. എന്നിട്ടും ഞാൻ പറഞ്ഞത് കേൾക്കാൻ പോലും നിൽക്കാതെ സ്കൂളിലേക്ക് പോരാനായിട്ട് ഞാൻ ഇറങ്ങായിരുന്നു. അപ്പോഴാ മമ്മി പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. ഗംഭീറിന് പപ്പയോട് ഉറപ്പിച്ച് പറഞ്ഞാ പോരായിരുന്നോ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, കേൾക്കണ്ടേ? പപ്പയുടെ മുഖം ദേഷ്യം പിടിച്ച് കറുത്തിരുണ്ട്. ഓർക്കാൻ കൂടി കഴിയണില്ല. ഇന്ന് വരെ പപ്പ എന്നെ ഒന്ന് വഴക്ക് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ. അങ്ങനെയൊന്നും പറയാതെ ഗംഭീർ, സാരമില്ല. നിനക്ക് കൂട്ട് ഞങ്ങളില്ലേ? നമുക്ക് ക്ലാസ്സിൽ പോവാം. വാ, എഴുന്നേക്കേ. ഞാൻ കുറച്ച് വൈകൂട്ടോ. പമ്പൻ സാറിനോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കുമ്പസാരിക്കണമെന്ന്. ഇന്ന് ശരി. അയ്യോ, എനിക്കും കുമ്പസാരിക്കണമെന്നുണ്ടായിരുന്നു. വാ ഗംഭീരേ, മെല്ലെ. സാരമില്ലെന്നേ, എല്ലാം ശരിയാവും. വാ. ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? ശരി, നമുക്ക് ഹാജർ വിളിക്കാം. പീലി. സാറേ, പീലി കുമ്പസാരിക്കാൻ പോയിരിക്കാം. സാറിനോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഓ ശരിയാ, പറഞ്ഞിരുന്നു. മോട്ടു. ഹാജർ സാർ. പപ്പി. പ്രസന്റ് സാർ. ഗംഭീർ. ഗംഭീർ. ഗംഭീർ, ഗംഭീർ ഏത് ലോകത്തിലാ?
ഹാജർ വിളിക്കുന്നതൊന്നും കേൾക്കുന്നില്ലേ? ഏ? പ്രസന്റ് സർ. എന്തു പറ്റി ഗംഭീർ? വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. എന്താ ഒരു വിഷമം? മനസ്സ് ഇവിടെയൊന്നും അല്ലല്ലോ. ഏ? എന്ത് പ്രശ്നമുണ്ടായാലും നമുക്ക് പരിഹാരമുണ്ടാക്കാം. എന്റെ കുട്ടികൾ ആരും വിഷമിച്ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്ത് കാര്യവും തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സാർ, സാർ, ഗംഭീറിനെ പപ്പ ഇന്ന് തള്ളി. അതുകൊണ്ട് അവൻ വലിയ വിഷമത്തിലാ. കരഞ്ഞുകൊണ്ടാ ക്ലാസ്സിൽ വന്നത്. അതെ അതെ. മാതാപിതാക്കന്മാർ തല്ലുന്നത് അവർക്ക് മക്കളെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് ആവർത്തിക്കാതിരിക്കാനാ. അതിന് സാറേ ഗംഭീർ തെറ്റ് ചെയ്തിട്ടില്ലെന്നാ പറയുന്നത്. സാറേ, ആ. ഗംഭീർ വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചെന്ന് പറഞ്ഞാ പപ്പ തല്ലിയത്. ഗംഭീർ പറയുന്നത് അവൻ എടുത്തിട്ടില്ലാന്നാ. തെറ്റ് ചെയ്ത മാതാപിതാക്കന്മാരോട് ക്ഷമ ചോദിക്കാൻ നിങ്ങൾ മടിക്കരുത്. അതിന് അത് ശരിയാ. ഗംഭീർ തെറ്റ് ചെയ്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. ആ ഉം. ദേ, ഞാൻ ഇന്ന് നിങ്ങളെ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താം. എല്ലാവരും തെറ്റുകാരിയെന്ന് വിളിച്ചപ്പോഴും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും തെറ്റു ചെയ്യില്ല എന്ന തീരുമാനവും എടുത്തപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് തന്റെ ദൂതനെ അയച്ച് രക്ഷിച്ചൊരു വ്യക്തിയെ ആരാണെന്ന് പറയാമോ? അത് പൊന്നെ. ഒരാള്. ആരായിരിക്കും? ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഒരു ഐഡിയയില്ലല്ലോ. സോളമനായിരിക്കോ? അറിയില്ല സാർ. അത് ദാനിയേലിന്റെ പുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്ന സൂസന്നയാണ്. അതാരാ സാറേ? ആ ബാബിലോണിൽ ജീവിച്ചിരുന്ന യോവാക്കിം എന്ന സമ്പന്നനായ ഒരാളുടെ ഭാര്യയായിരുന്നു സൂസന്ന. നല്ലൊരു വ്യക്തിയായതുകൊണ്ട് ആ കാലങ്ങളിൽ ന്യായാധിപന്മാർ യോവാക്കിമിനെ കാണാൻ ഇടയ്ക്കിടെ വരിക പതിവായിരുന്നു. ന്യായാധിപന്മാർ എന്ന് പറഞ്ഞാല് നമ്മുടെ ജഡ്ജിമാരെ പോലെയാണോ സാറേ? അതെ അതെ, അന്നത്തെ ജഡ്ജിമാരായിരുന്നു അവർ. അവരായിരുന്നു ജനങ്ങളുടെ ഇടയിലെ ശരിയും തെറ്റിനും തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഈ ന്യായാധിപന്മാർക്ക് യോവാക്കിമിന്റെ ഭാര്യയായ സൂസന്നയോടുകൂടി ആയിരിക്കുവാൻ ആഗ്രഹം ജനിച്ചു. എന്നാൽ ഇവർ രണ്ടുപേരും തങ്ങളുടെ ആഗ്രഹം തെറ്റായതിനാൽ പരസ്പരം പറയാൻ മടി കാണിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ജനങ്ങളെല്ലാം പിരിഞ്ഞുപോയപ്പോൾ സൂസന്ന ഉദ്യാനത്തിൽ ഉലാത്താൻ പോയി. അവിടെ വെച്ച് ഈ ന്യായാധിപന്മാർ പാപം ചെയ്യാനായി സൂസന്നയെ പ്രേരിപ്പിച്ചു. എന്നാൽ സൂസന്നയെ മാതാപിതാക്കൾ ദൈവഭക്തിയിലും സ്നേഹത്തിലും വളർത്തിയിരുന്നതുകൊണ്ട് പാപം ചെയ്യാൻ സൂസന്ന തയ്യാറായില്ല. അതുകൊണ്ട് ഈ ന്യായാധിപന്മാർ സൂസന്ന പാപം ചെയ്യാൻ അവരെ നിർബന്ധിച്ചു എന്ന് പറഞ്ഞ് സൂസന്നയെ അവർ അറസ്റ്റ് ചെയ്തു. അയ്യോ പാവം സൂസന്ന. കഷ്ടം. അതെ, സൂസന്ന ദൈവത്തെ പ്രതി പാപം ചെയ്യാൻ തയ്യാറാകാതിരുന്നത് കൊണ്ടാണ് ജനങ്ങളുടെ മുമ്പിൽ നിർത്തപ്പെട്ടത്. പാപം ചെയ്യാതിരുന്നത് കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടാ സൂസന അനുഭവിക്കുന്നത് അല്ലേ സാറേ? അവിടെ വെച്ച് അവർ സൂസന്ന തെറ്റുകാരിയാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ച് സൂസന്നയെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിനായി കൊലക്കളത്തിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴി മുഴുവൻ സൂസന്നയുടെ ഹൃദയം വേദനയോടെ ദൈവസന്നിധിയിൽ നീതിക്കായി നിലവിളിച്ചു. കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഏതവസ്ഥയിലും നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടണം. അപ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക. സൂസന്ന കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് തന്റെ ദൂതനെ അയച്ചു. ദൂതന്റെ പേരെന്താ സാറേ? ദാനിയേൽ. ദാനിയേൽ പ്രവാചകൻ തെറ്റായ അവരുടെ ന്യായവിസ്താരത്തെ കുറ്റപ്പെടുത്തുകയും ഒന്നുകൂടി വിസ്തരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതൊരു നല്ല കാര്യമായി അല്ലേ സാറേ? അതെ അതെ. വീണ്ടും ദാനിയേൽ ന്യായാധിപന്മാരെ വേറെ വേറെ സ്ഥലങ്ങളിൽ നിർത്തി ചോദ്യം ചെയ്തു. അപ്പോൾ അവരുടെ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ട ജനങ്ങൾ ന്യായാധിപന്മാരെ കൊല്ലണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ സൂസന്ന രക്ഷപ്പെട്ടു അല്ലേ? അതെ, ഇതാണ് പാപത്തിൽ നിന്ന് ഓടിയകലുമ്പോൾ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് രക്ഷിക്കുമെന്ന് പറയുന്നതിന്റെ അർത്ഥം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലും പാപം ചെയ്യാൻ പ്രേരണകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവയോട് നോ പറയാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകുമ്പോൾ ഓർക്കുക, ദൈവം നിങ്ങളെ സംരക്ഷിക്കാനായി ഒരു ദൂതനെ സജ്ജമാക്കിയിരിക്കുന്നുവെന്ന്. ദേ സാറേ ഫോൺ. ഓ എക്സ്ക്യൂസ് മീ. ഹലോ,
ഓ, ഗംഭീറിനോ? ആരാ? പപ്പയാണോ? ഓ, കൊടുക്കാം. ഇതാ ഗംഭീർ. പപ്പയാ. ഹലോ. ആ ആ ഏ ശരിക്കും? ഓ സാറേ, എന്റെ വീട്ടിലേക്കും ദൈവം ദാനിയേലിനെ അയച്ചു. തെളിച്ചു പറയൂ ഗംഭീർ. പപ്പയെ വിളിച്ചത് രാവിലെ. പൈസ ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പപ്പ എന്നെ വിശ്വസിക്കാതെ കുറേ തല്ലി. ഞാൻ പോന്നു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് നിലത്ത് വെച്ചിട്ട് ആ പൈസ കിട്ടിയത്രേ. സോറി ചോദിക്കാനാ പപ്പ വിളിച്ചത്. ദൈവം എത്ര പെട്ടെന്നാ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നേ. അതെ അതെ. കണ്ടോ, സൂസന്നയുടെ ജീവിതത്തിൽ ഇടപെട്ട ദൈവം ഗംഭീറിന്റെ ജീവിതത്തിലും ഇടപെട്ട് അനുഗ്രഹിച്ചത്. എല്ലാ കൂട്ടുകാർക്കും പാപത്തിൽ നിന്ന് ഓടി അകന്ന് ദൈവദൂതന്മാരുടെ സഹായമുണ്ടാകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനമാരിയുമായി ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ടിങ്കു. നമുക്ക് ശ്രദ്ധിക്കാം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഓക്കെ, ടിങ്കുവിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തെല്ലാമാണ്? അങ്കിൾ, എനിക്ക് ഇന്ന് ചില കാര്യങ്ങൾ അറിയണം. എന്തൊക്കെയാണ് അറിയാനായിട്ടുള്ളത്? യേശുവിനെ ഒരുപാട് ആളുകൾ അനുഗമിച്ചില്ലേ? അതെ, ഒരുപാട് ആളുകൾ യേശുവിനെ അനുഗമിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു അങ്കിൾ? അത് യേശു ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ കാണാൻ വേണ്ടി. ചിലർ യേശു ചെല്ലുന്ന സ്ഥലത്ത് നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ചില ആളുകൾക്ക് യേശു പറയുന്നത് കേൾക്കാൻ വേണ്ടി. അങ്ങനെ പല കാര്യങ്ങളുണ്ട് യേശുവിനെ അനുഗമിക്കാനായിട്ട്. അല്ല, എന്താ ടിങ്കു ചോദിക്കാൻ കാരണം? ഞാനൊരു കഥ കേട്ടായിരുന്നു. ആരുടെ കഥയാണ് കേട്ടത്? സക്കായിയുടെ കഥ. ഓ, സക്കായിയുടെ കഥ. ഓക്കെ, സക്കായി ആരാന്നറിയാമോ? അറിയാം. ആരാ? സക്കായി ആ ചുങ്കക്കാരനാണ്. ചുങ്കക്കാരൻ മാത്രമല്ല, ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. തൻ്റെ കീഴിൽ ചുങ്കം ഭരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. മാത്രമല്ല, ഈ സക്കായി വളരെ ധനികനായിരുന്ന വ്യക്തിയായിരുന്നു. എനിക്കറിയാം. ഓക്കെ, പക്ഷേ ഈ സക്കായിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയാമോ? അറിയാം. എന്താ? വളരെ കറക്റ്റാണ്. സക്കായി വളർച്ചയിൽ കുറിയവനായിരുന്നു. വളരെ പൊക്കം കുറവുള്ള വ്യക്തിയായിരുന്നു. തനിക്ക് അത്രയും സമ്പത്തുണ്ട്, നല്ല വീടുകളൊക്കെ ഉണ്ട്, നല്ല ജോലിയുണ്ട്. പക്ഷേ തൻ്റെ ജീവിതത്തിലൊരു നിരാശ, തൻ്റെ പൊക്കം കുറവായിരുന്നു. ഈ സക്കായി യേശുവിനെ കാണാൻ പോയല്ലോ. പിന്നെ സക്കായിയുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായി യേശുവിനെ കാണണമെന്ന്, അല്ലേ? അതെ അങ്കിൾ. ഓക്കെ, സക്കായി യേശുവിനെ കാണാൻ പോയപ്പോൾ യേശുവിനെ കാണാനായിട്ട് പറ്റിയോ? ആദ്യം കാണാൻ പറ്റിയില്ല. എന്താ അതിന് കാരണം? ആൾക്കൂട്ടം. ഓ, വളരെ കറക്റ്റാണ്. യേശുവിൻ്റെ കൂടെ എപ്പോഴും വലിയ ആൾക്കൂട്ടം ഉണ്ടാകും. അതുകൊണ്ട് ഈ പൊക്കം കുറവുള്ള സക്കായിക്ക് യേശുവിനെ കാണാനായിട്ട് പറ്റില്ല. മാത്രമല്ല, ഈ സക്കായിയുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. എന്തായിരുന്നു ആഗ്രഹം എന്നറിയാമോ? യേശുവിനെ എനിക്കൊന്ന് കാണണം. ശരിയാണ്, യേശുവിനെ കാണണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് സക്കായി പോയത്. പക്ഷേ ആൾക്കൂട്ടം കാരണം കാണാൻ പറ്റിയില്ല. അപ്പോൾ സക്കായി എന്താ ചെയ്തത്? അവൻ ഓടിയിട്ട് ഒരു കാട്ടത്തി മരത്തിൽ കയറി. കാട്ടത്തി മരത്തിൽ കയറിയിട്ട് എന്ത് ചെയ്തു? യേശുവിനെ നോക്കിയിരുന്നു. യേശു വരുന്ന വഴിയിൽ അവൻ ഓടി ഒരു കാട്ടത്തി മരത്തിൽ കയറി യേശുവിനെ ഇങ്ങനെ നോക്കിയിരിക്കുക. ആരും കണ്ടില്ലെന്നാണ് സക്കായി വിചാരിച്ചത്. പക്ഷേ ആ മരത്തിൻ്റെ ചുവട്ടിൽ യേശു വന്നപ്പോൾ യേശു മേലോട്ട് നോക്കിയിട്ട് സക്കായിയെ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞു. നീ ഒന്ന് പറഞ്ഞേ. ഓ, അപ്പോൾ എന്താ ചെയ്തത്? സക്കായി വേഗം ഇറങ്ങി വന്നു. ഓക്കെ, സക്കായിയുടെ ആഗ്രഹം യേശുവിനെ ഒന്ന് കാണുക എന്ന് മാത്രമായിരുന്നു. പക്ഷേ യേശു പറയുന്നത് എന്താണ്? സക്കായിയുടെ വീട്ടിൽ താമസിക്കും. നോക്കിയേ, സക്കായിയുടെ ചെറിയൊരു ആഗ്രഹം. അതുകൊണ്ടാണ് അവൻ ഓടിയത്, മരത്തിൽ കയറിയത്, അവൻ്റെ സമയം ചെലവഴിച്ചത്. അത് കണ്ട് യേശു പറയുകയാണ്, നിന്നോട് കൂടെ ഞാൻ താമസിക്കാനായിട്ട് പോവുക. ചെറിയ കാര്യമാണ് സക്കായി ചെയ്തത്, അല്ലേ? അവൻ്റെ ചെറിയ സമയം ചെലവഴിച്ചു. അപ്പോൾ യേശു അവനോട് കൂടെ കൂടുതൽ സമയം ചെലവഴിച്ചു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ സമയം എത്രത്തോളം യേശുവിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്? നമ്മൾക്ക് ഒരുപാട് സമയമുണ്ടല്ലേ? പഠിക്കാൻ സമയമുണ്ട്, കളിക്കാൻ സമയമുണ്ട്, TV കാണാൻ സമയമുണ്ട്.
പക്ഷേ യേശുവിന് വേണ്ടി എത്ര സമയം നാം ചെലവഴിക്കുന്നുണ്ട്? ഞാൻ വളരെ കുറവാണ്. ആ, ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സമയം യേശുവിനും കൂടി ഉപയോഗിക്കണം. യേശുവിൻ്റെ പാട്ടുകൾ പാടാൻ, യേശുവിൻ്റെ വചനങ്ങൾ പറയാൻ, മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയാൻ. അങ്ങനെ യേശുവിന് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ സക്കായിയോടുകൂടെ സമയം ചെലവഴിച്ച യേശു കർത്താവ് നമ്മുടെയും ജീവിതത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കും. അവൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലും കിട്ടും. സക്കായിയുടെ വീട്ടിൽ യേശു എന്നപ്പോൾ എന്താ ഉണ്ടായെന്നറിയാമോ? ആളുകളെല്ലാം കൂടി. ഈ സക്കായി ആർക്കും ഇഷ്ടമല്ല, കാരണം അവൻ അമിതമായിട്ട് ചുങ്കം പിരിക്കുമായിരുന്നു. എന്നാൽ യേശു വന്നു കഴിഞ്ഞപ്പോൾ സക്കായിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. അവന് യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞാൻ അമിതമായി വാങ്ങിയതെല്ലാം ഇരട്ടിയായിട്ട് കൊടുക്കാം. തെറ്റായ രീതിയിൽ വാങ്ങിയതൊക്കെ ഞാനത് 10 മടങ്ങായിട്ട് കൊടുക്കാം. നോക്കിയേ, ഈ സക്കായിയുടെ ജീവിതത്തിലെ മാറ്റം യേശുവിനെ കണ്ടതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിലെ മാറ്റം ഉണ്ടായത്. യേശുവിൻ്റെ കൂടെ സമയം ചെലവഴിച്ചതുകൊണ്ട്. കൂട്ടുകാരെ, നമ്മുടെ തെറ്റായ ചില ശീലങ്ങളൊക്കെ മാറ്റണമെങ്കിൽ യേശുവിനോട് കൂടെ നാമും നമ്മുടെ സമയം ചെലവഴിക്കണം. അങ്ങനെ നല്ല കുട്ടികളായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ മാറുവാനായിട്ട് പറ്റും. എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം കൂട്ടുകാർക്കെല്ലാം നല്ലൊരു ടാറ്റ പറഞ്ഞേ. ഓക്കേ. ഇന്നത്തെ അനുഭവങ്ങളും ആശയങ്ങളും നിങ്ങൾക്ക് എങ്ങനെയെന്ന് പറയാമോ? കത്തുകൾ അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്ത ആഴ്ച പുതിയൊരു പിടി കാഴ്ച രസങ്ങളുമായി എത്തുന്നവരെ ബൈ ബൈ.